വെൽക്കം ബാക്ക് ടു ദി അനദർ എപ്പിസോഡ് ഓഫ് ഇറ്റ്സ് മീ ഷാലു. ഇനി നിങ്ങളുടെ സ്വന്തം ഷാലു അങ്ങനെ അറിയപ്പെടാനാട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സമ്മതവും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നാണ് ഞാനിപ്പോൾ ഏറെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രയിൽ നിങ്ങളൊപ്പം ഉണ്ടാവണം കേട്ടോ. ഇപ്പം ഇതാ സൂം ചെയ്ത് കാണിച്ചിട്ടില്ലേ, അത് തന്നെയാണ് എൻ്റെ കൊട്ടാരം. കണ്ണൂർ ജില്ലയിൽ അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ട്, പൂരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ എല്ലാവരും പറയും ഇത് മാടായിപ്പാറയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഏകദേശം അതുപോലെയൊക്കെയാണ്. എന്നാൽ കംപ്ലീറ്റ് ഈ നാട് മുഴുവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുമല്ല കേട്ടോ. ഈ പ്ലേസ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ, കാടാണോ, വനപ്രദേശമാണോ, വീടുകളൊന്നും ഇല്ലേ, അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരുപാട് വീടുകളുണ്ട്, സ്കൂളുണ്ട്, അതുപോലെ തന്നെ അമ്പലങ്ങളുണ്ട്, പിന്നെ പീടികകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി നിറഞ്ഞ മറ്റെല്ലാ നാട് പോലെ ഒരു സാധാരണ നാട് തന്നെയാണ് ഇതും കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓരോ കാലാവസ്ഥയിലും ഇതിന് ഓരോരോ കുപ്പായങ്ങളാണ്. നമ്മൾ ഓരോ കാലാവസ്ഥയിലും വ്യത്യസ്തങ്ങളായ കുപ്പായങ്ങൾ അണിയില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ. മഴക്കാലത്താണെങ്കിൽ നമ്മുടെ ഓണമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കാക്കാപ്പൂക്കളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡിസംബർ മാസം മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വേറെ, വേനൽക്കാലത്ത് വേറെ. അങ്ങനെ മനോഹരിയാണ് ഇവിടുത്തെ പാറ എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ എന്ത് രസാന്നറിയോ. അത് മാത്രല്ല കേട്ടോ, ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നും. ഒരു ഭാഗത്ത് ഇരുണ്ട് മൂടിയിട്ടുണ്ടാവും, എന്നാൽ മറ്റൊരു ഭാഗത്ത് എളിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ നല്ല പക്ഷികളുടെയൊക്കെ സൗണ്ടൊക്കെ ആയിട്ട് മനോഹരമാണ് ഈ സ്ഥലം. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാലോ നമ്മുടെ യാത്ര. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടോ. മാവ നല്ല ഉറക്കാണ്. അപ്പോൾ അവളുടെ കുട്ടിത്തുണികൾ അലക്കുന്ന തിരക്കിലാണ് ഞാൻ. നല്ല വെയിലും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് വേഗം തന്നെ തുണികൾ ഉണങ്ങും. പക്ഷെ ഇത് കുഞ്ഞു തുണികളായതുകൊണ്ട് അയക്കിൽ ആറിയിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു പായ വിരിച്ച് ഇതാ ഇവിടെ പാറയിൽ ഇങ്ങനെ വിരിച്ചിടും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് എന്റെ വീടാണ് കേട്ടോ. ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഹസ്ബൻഡിന്റെ വീടാണോന്ന്. അല്ല കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസത്തെ ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെയും കിച്ചൂടന്റെയും ഒക്കെ കാര്യപരിപാടികൾ കുറച്ച് മെല്ലെയാണ്. സ്വന്തം വീടാകുമ്പോൾ അതിൻ്റെതായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ കരുതിയാൽ മതി. ഒരുപാട് ക്രീം മാറ്റി തേക്കുക, പുട്ടിയിടുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പുറത്ത് നല്ല വെയിലായത് കാരണം തുണി കഴുകി വരുമ്പോഴേക്കും ആകെ ഒന്ന് കൊളാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മുഖം കഴുകി, അത്രേ ഉള്ളൂ. പിന്നെ ഈ സിന്ദൂരം വെക്കല്, കണ്ണെഴുതല്, പൊട്ട് വെക്കല് അതൊന്നും എല്ലായ്പ്പോഴൊന്നും ഇല്ല. നല്ല മൂടുണ്ട് ദിവസമാണെങ്കിൽ ഒന്ന് കണ്ണെഴുതും, പൊട്ട് വെക്കൊക്കെ ചെയ്യും. പുറത്തുനിന്ന് എന്താ സൗണ്ട് കേൾക്കണേ, വല്ല പാമ്പങ്ങാനാണോ എന്ന് വെച്ചിട്ട് ജനൽ തുറന്ന് നോക്കിയതാ. അപ്പോൾ അമ്മയാണ് കേട്ടോ. ഒരു കാന്താരി ചെടി ഉണ്ട് അവിടെ, അപ്പോൾ അതിന്ന് കാന്താരി പറിക്കുകയാണ്. കിച്ചൂട്ട വാവ കരയുന്നുണ്ടെങ്കിൽ പറയണേ, കേട്ടിനാ. വെറും പരിപ്പ് വെച്ചാലോ? നീ കൂട്ടി മടുത്ത്. ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് ഉച്ചക്കാണ് കേട്ടോ. അതായത് രാവിലെ ഉണ്ടാക്കാറില്ല, ചൂടോടെ കഴിക്കണം, അതാണ് ഇവിടുത്തെ ശീലം. അങ്ങനെ 1 മണി 1:30 ആകുമ്പോഴേക്ക് ചോറും കറിയൊക്കെ ആയി വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചൂടോടെ അങ്ങോട്ട് കഴിക്കും. മീൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. എന്നാലും ഒരു ഒഴിച്ചുകറി, വറവ്, ഒരു മീൻകറി, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. ഇവിടെ അമ്മ വെക്കുന്ന തോരക്കറിയും പരിപ്പ് കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെന്താ ഇത്ര ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല.
പിന്നെ തോര എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയില്ല കേട്ടോ, ഒരു കറുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏട്ടനൊന്നും അറിയില്ല. ഹസ്ബൻഡിന്റെ വീട്ടിൽ അങ്ങോട്ട് അങ്ങനെ അത് വെക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഇത് കണ്ടിട്ട് ഏട്ടൻ ചോദിച്ചു ഇതെന്താ സാധനം എന്ന്. അപ്പോൾ ചിലവർക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പരിപ്പ് കറി എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ്. ഒന്നും വേണ്ട, ഒരു തക്കാളി ഇട്ടിട്ട് വെച്ചാൽ അത് ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ അമ്മ വെക്കുന്നത് പ്രത്യേകിച്ച്. അതുപോലെ തോരക്കറിയിലൊക്കെ വെളുത്തുള്ളിയൊക്കെ വറുത്തിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു മണം വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ മീനും ചിക്കനും അതൊന്നുമല്ല എനിക്ക് താല്പര്യം. ഞാൻ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കാനാ പറയാം. പറിച്ചു എന്നാ ഇവിടുന്ന് തന്നെ വെച്ചാ പോരെ മീൻ ചട്ടി. തീ ഉണ്ടല്ലോ വെക്കുന്ന, ഇവിടുന്ന് വെച്ചോറാ. തീയുണ്ട്, വേഗാവൂലേ? ഇത് മതി. അതല്ല കുക്കറിൽ നോക്കാന്. എൻ്റെ ഇഷ്ടം പോലെ തന്നെ അമ്മ പരിപ്പ് കറി തന്നെയാണ് ഉണ്ടാക്കിയത്. അത് അടുപ്പത്തുനിന്ന് ആവുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ കല്യാണത്തിന് മുന്നേ വരെ ഇവിടെ വിറകടുപ്പിലാണ് ചോറും കറിയൊക്കെ വെച്ചിട്ടുള്ളത്. കല്യാണത്തിന് ശേഷമാണ് ഇവിടെ ഗ്യാസ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗ്യാസ് അടുപ്പ് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ് ധൈര്യം കൊടുത്ത് അതിനെന്താ ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ വാങ്ങിയത്. അതിനു മുന്നേ ഇപ്പൊ കാണിച്ച അടുപ്പ് തന്നെയാണ് വെക്കാറ്. ഏട്ടൻ ടി വി എല്ലാം വെച്ച് സൗണ്ട് ആക്കിയല്ലേ? അതെ, പരിപ്പിനാ? പരിപ്പ് ഉമ്മണി ഒരിക്കൽ ചിരിച്ചാട്ടെ. ഉമ്മണി ഉറക്കി തെളിഞ്ഞു വരുന്നത്രേ അല്ലേ? അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ആണോ അല്ലയോ? കാക്കയൊത്ത് കാക്ക 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 കൊടുത്തു. കാക്ക ഓടുത്തു. കാക്ക ഓടുത്തു. കാണുന്നുണ്ടാ? കാണുന്നുണ്ടാ? കാക്കേ വാ, കാക്കേ വാ, വിളിക്ക്. കാക്കേ വാ, എനിക്ക് കാണാനാണ്. കാക്കേ എനിക്ക് കാണാനില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തത് വിറകടുപ്പിൻ്റെ കാര്യമല്ലേ? അങ്ങനെ വിറകടുപ്പ് തന്നെയായിരുന്നു മുന്നേക്ക് വെച്ചിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന് പാചകം ചെയ്യാൻ. കാരണം നല്ല വെളിച്ചം കിട്ടും, കാറ്റ് കിട്ടും. ആരെങ്കിലും ഒന്ന് കണ്ട് രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് മിണ്ടിക്കൊണ്ടൊക്കെ നമുക്ക് പാചകം ചെയ്യാം. പിന്നെ അടുപ്പൊന്ന് വേവുമ്പോൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിക്കാം, അല്ലെ കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. വേറെ തന്നെ ഒരു വൈബാണ് അവിടെ അടുക്കളപ്പുറം എന്ന് പറയുന്നത്. അടുക്കളയിൽ വെക്കുന്നതിനെക്കാട്ടിയും രസം അല്ലെ ഒരു ഭംഗി എന്ന് പറയുന്നത് പുറത്തുനിന്ന് വെക്കുന്നത് തന്നെയായിരിക്കും. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ വൈബാണ്. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ആയിട്ടുണ്ട്. മണി ഇവിടെ എത്തി കേട്ടോ. ചിരിക്കുന്ന വാവ്, ചിരിക്കുന്ന വാവ്, ചിരിക്കുന്ന ഏട്ടന് എത്ര നേരമായി ടി വി ആണെന്ന്, എത്ര നേരമായി ടി വി ആണെന്ന്. വാവയ്ക്ക് ആദ്യമൊക്കെ ഒരു നേരമാണ് ഫുഡ് കൊടുത്തിരുന്നത്. അതും കായപ്പൊടി ഒന്ന് കുറുക്കിയിട്ട് അങ്ങനെയാണ് പാലിൽ കുറുക്കിയിട്ടാണ് കൊടുക്കാറുണ്ടായിരുന്നത്. ഇപ്പം ഞാനത് 2 നേരത്തേക്ക് മെല്ലെ മെല്ലെ 3 നേരത്തേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം അവൾക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. ഇപ്പോൾ പാല് കുടിക്കുന്നതിനേക്കാളും ഇവൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഞാനിപ്പോൾ കഞ്ഞി നന്നായിട്ട് ഉടച്ചിട്ട് എന്തെങ്കിലും വെജിറ്റബിൾ വേവിച്ച് പീസ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് അതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കും. പിന്നെ അവൾക്ക് ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ
പാല് കുടിക്കുന്നതിനെക്കാട്ടിയും അവൾക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ നമ്മൾ കഴിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ത്വരയാണ് അതെന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വായിൽ വെച്ച് കൊടുക്കും. പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കും, ഒന്ന് കൊടുക്ക് കൊടുത്ത് എന്താ ഇടുപ്പ് ഉണ്ടാവാൻ പോണേന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളങ്ങ് കൊടുത്തും പോകും. മോക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം കിച്ചൂട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. കിച്ചൂട്ടിന് പിന്നെ വിളിച്ചാലൊന്നും വരില്ല, അവൻ്റെ ഫ്രണ്ട് ഉണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൻ അനങ്ങാണ്ട് നിൽക്കുവാണ്. അത്ര പേര് കളിച്ചതാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൻ സ്റ്റക്കായിപ്പോയി. അവന് കുറച്ചൊരു നാണൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഈ തോരയുടെയും പരിപ്പ് കറിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിയുടെ ഒക്കെ വറുത്തിടുന്ന ഒരു സ്മെല്ലായിരിക്കും എപ്പോഴും കയറി വരുമ്പോൾ ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ ഒരു വറവും ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ വേഗം തന്നെ ബാഗൊക്കെ ഇവിടെ വെച്ച് കൈയും മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ ചോറുണ്ണാൻ തുടങ്ങും. കാരണം ആ വറുത്തിടുന്ന സ്മെല്ല് എന്നെ മാടി മാടി വിളിക്കും. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപാടെ തന്നെ ചോറൊക്കെ തിന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ കുറച്ച് ഗുണ്ടുമണിയായിരുന്നു. ഇപ്പം അങ്ങനെ എല്ലാം നല്ല കേട്ടോ, എന്നാലും അപ്പോൾ കുറച്ചൊരു ഗുണ്ടുമണിയായിരുന്നു. പിന്നെ ഞാൻ +1 +2 ഒക്കെ ആകുമ്പോഴേക്ക് കുറച്ചൊന്ന് തടിയൊക്കെ പോയിനായിരുന്നു കേട്ടോ. പിന്നെ മാരേജ് കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയപ്പോഴേക്ക് വീണ്ടും അതേ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. വല്ല ബൂമറാങ് എന്നൊക്കെ പറയും പോലെ പിന്നെയും അതേ പടിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയൊക്കെ അതൊക്കെ സെറ്റാക്കി എടുക്കണം. എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. കാറ്റുണ്ടല്ലേ, നല്ല കാറ്റുണ്ട്. ഭയങ്കര കാറ്റ്, നല്ല സുഖം കൂടി ഇരിക്കാം. ഇതുപോലെ ഉച്ചക്ക് ചോറെല്ലാം എടുത്ത് മീൻ പൊളിച്ചനും പൊരിവെല്ലാം ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഇതുപോലെ ചോറെല്ലാം എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് തിന്നണം. നേരം കിട്ടുന്ന സുഖം അല്ലേ, കാറ്റും കൊണ്ടിട്ട്. കൈ ലൂസാണ് കുപ്പായത്തൊക്കെ. രസമുണ്ട്, കുപ്പായ ഇഷ്ടായില്ല. നല്ല കാറ്റാണ്. ഫാൻ്റെ കാറ്റ് കൊള്ളുന്നതിനെക്കാട്ടി നല്ലതല്ലേ. അതിന്റെ മോള് തിന്നില്ലേ? അയ്യോ എരിയും. പൊടിവാറുന്നുണ്ടാണേ, നല്ല കാറ്റ്. കാറ്റിന് സൗണ്ട് കിട്ടുന്നുണ്ടോ? എരിയൂടെ. അയ്യോ നല്ലോണം കൊടുത്തിന്. ഇല്ല കുടിക്കൊന്നും ഒന്നുമല്ല ചെയ്തിനോള്. അത് പിന്നെ തിന്നുന്നത് കാണുമ്പോ അങ്ങനെ തന്നെയല്ലേ കുട്ടികൾ. എരിവ് എന്റെ പൊന്നോക്ക്. പരിപ്പ് കറി ഓൾക്ക് ക്യാരറ്റും കഞ്ഞിയാ കൊടുത്തേ. അതാ എരിയാമോ കഞ്ഞിയും ക്യാരറ്റും കൂടി ഉടച്ചതാ കൊടുത്തേ. എരിഞ്ഞാൽ അമ്മമ്മ ഞാൻ ഓടിക്കും. ഞാൻ എടുത്തു മൂക്കങ്ങാനും എരിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമ്മനെ ഓടിക്കാം നമുക്ക്. പരിപ്പ് മോളേഷൻ ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ഇവിടുന്ന് വെക്കുന്ന പരിപ്പര് ഭയങ്കര സ്പെഷ്യൽ. അപ്പോൾ ഞാൻ ചോറുന്നട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.